ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഫ്ളാറ്റുകളും മാളുകളും പണിയുന്നതിൽ കോട്ടൂളി നിവാസികൾക്ക് ഒരെതിർപ്പുമില്ല. എന്നാൽ തങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാവരുത് എന്ന് മാത്രം. കുടിവെള്ളം മലിനമാവുകയും വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്ന പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രദർശനത്തിലൂടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. നിയമനം വൈകുന്നു. ജില്ലയിലെ UPSC റാങ്ക് ഹോൾഡേഴ്സ് പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ജില്ലയിലെ UPSC റാങ്ക് ഹോൾഡേഴ്സ് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റെല്ലാ ജില്ലകളിലും നിയമനം നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ നിരുത്തരവാദപരമായ സമീപനം മൂലം ജില്ലയിൽ മാത്രം നിയമനങ്ങൾ നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. UPSC പരീക്ഷാ വിജ്ഞാപനം ഇറക്കിയതു മുതൽ 5 വർഷം കഴിഞ്ഞ ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 10 മാസം കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ആകെ 11 നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. സമീപ ജില്ലകളായ മലപ്പുറം, വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിൽ ഒട്ടേറെ നിയമനങ്ങൾ നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം നിയമനങ്ങൾ നടക്കാത്തതെന്ന് ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഒരു ഭൂരിഭാഗം പേരും പ്രായപരിധി കഴിഞ്ഞ ആൾക്കാരാണ്. ഇനിയൊരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഉള്ള പ്രായം അവർക്കില്ല. എല്ലാം ഏജ് ആയ ആൾക്കാരാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് മാത്രമാണുള്ളത്. റാങ്ക് ലിസ്റ്റ് പുറത്തുവരുന്ന മുറയ്ക്ക് സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിക്കണമെന്ന നിയമം നിലവിലിരിക്കെയാണ് പുതിയ റാങ്ക് ഹോൾഡേഴ്സിന് നിയമനത്തിന്റെ കാര്യത്തിൽ അനീതി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പ്രായപരിധി അതിക്രമിക്കുകയാണെന്നും ഇനിയൊരു PSC പരീക്ഷ എഴുതാൻ സാഹചര്യമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോഴുള്ള റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്തിയില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും UPSC റാങ്ക് ഹോൾഡേഴ്സ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഴയകാല ക്യാമറ കണ്ണുകളിലേക്ക് വീണ്ടും ഒരു എത്തിനോട്ടം. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനത്തിലാണ് പഴയ ക്യാമറകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രദർശനം കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചത്. പ്രദർശനം കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി മനോഹാരിതയെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഫോട്ടോഗ്രഫി പ്രദർശനവും ദൃശ്യങ്ങളെ ആദ്യമായി പതിപ്പിച്ച പഴയ ക്യാമറ അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രദർശനത്തിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അസോസിയേഷൻ മെമ്പർമാർക്കു വേണ്ടി സംഘടിപ്പിച്ച ഫോട്ടോഗ്രഫി പ്രദർശനത്തിൽ 70ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. ക്യാമറ കണ്ണുകളിലൂടെ ദൃശ്യങ്ങളെ ജീവനോടെ പകർത്തിയ ആദ്യകാല ക്യാമറകളുടെ പ്രദർശനമാണ് മറ്റൊന്ന്. ആദ്യ ഫീൽഡ് ക്യാമറകളിൽ തുടങ്ങി ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറകൾ വരെ പ്രദർശനം നീളുന്നു. അതിൽ ആദ്യത്തെ JVC ക്യാമറ, വീഡിയോ ക്യാമറകൾ, ഫിലിം സ്റ്റിൽ ക്യാമറകൾ കൂടാതെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന അണ്ടർ വാട്ടർ ഡിസ്പോസിബിൾ ക്യാമറയും ആദ്യത്തെ മെഗാ ഫ്ലാഷും പ്രദർശനത്തിലെ താരങ്ങളാണ്. പ്രദർശനം കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് K ജ്യോതിഷ് കുമാർ, സെക്രട്ടറി പ്രേമൻ ആയാടത്തിൽ, ട്രഷറർ VK സന്തോഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന ഫോട്ടോഗ്രഫി ക്ലാസിന് മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ P മുസ്തഫ നേതൃത്വം നൽകി. പ്രദർശനം 3-ന് സമാപിക്കും. കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ 2 തട്ടിലാക്കി വിവേചനം കാണിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു.
പൊതുവിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാത്ത 10,000-കണക്കിന് കുട്ടികളാണ് ഓപ്പൺ സ്കൂളുകളിൽ പഠിക്കുന്നത്. ഓപ്പൺ സ്കൂളിൽ 30ഉം പൊതുവിദ്യാലയത്തിൽ 80ഉമാണ് വിജയശതമാനം. പരീക്ഷ നടത്തിപ്പിലും മാർക്ക് നൽകുന്ന കാര്യത്തിലും വരെ കുട്ടികളോട് കാണിക്കുന്ന വിവേചനം വിജയശതമാനത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അപ്പൊ വിദ്യാർത്ഥികളോട് കൃത്യമായ വിവേചനം കാണിക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ 30% വിദ്യാർത്ഥികളാണ് ഓപ്പൺ സ്കൂളിൽ നിന്ന് പാസ്സാവുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് 60-70% അല്ലെങ്കിൽ 80-90% പാസ്സാവുന്നു. അപ്പൊ പറയും നല്ല മാർക്ക് കിട്ടിയ കുട്ടികളാണ് അവിടെ വരുന്നത് എന്നുള്ളൊരു വാദഗതി ചിലപ്പോൾ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവാം. പക്ഷേ അതായത് ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ, പണത്തിന്റെ പേരിൽ കയറി വരുന്ന ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ ഉണ്ട്. ആ കുട്ടികളും പാസ്സായി വരുന്നുണ്ട്. ഓപ്പൺ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ +2 പരീക്ഷ തോറ്റാൽ ജയിച്ചു വന്നിരിക്കുന്ന +1 പരീക്ഷ വീണ്ടും എഴുതണമെന്ന നിയമം കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും അവർ പറഞ്ഞു. പരീക്ഷ അടുത്തുവരുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പരീക്ഷ സുഗമമായി എഴുതാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ നടപ്പിലാക്കാത്ത പക്ഷം ഡിസംബർ 12-ന് ജില്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥി മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. ബേപ്പൂർ റൂട്ടിൽ ബസ്സുകളിൽ ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്നത് തുടർച്ചയായതോടെ കോർഡിനേഷൻ കമ്മിറ്റി സമരരംഗത്തിറങ്ങി. തിങ്കളാഴ്ച രാവിലെ സൂചനാ പണിമുടക്ക് നടത്തി. ആക്രമികൾക്കെതിരെ നടപടിയെടുക്കാമെന്ന് അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. ബസ് ജീവനക്കാർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബേപ്പൂർ റൂട്ടിൽ തിങ്കളാഴ്ച രാവിലെ സൂചനാ പണിമുടക്ക് നടത്തി. റൂട്ടിൽ സർവീസ് നടത്തുന്ന 2 ബസ്സുകളിലെ ജീവനക്കാർക്ക് മർദ്ദനമേറ്റതോടെയാണ് ബസ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. സ്റ്റാൻഡിൽ നിർത്തിയ ബസ്സിൽ നിന്നും സ്ത്രീയോട് പെട്ടെന്നിറങ്ങാൻ പറഞ്ഞതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം ബേപ്പൂർ പുതിയാപ്പൂർ റൂട്ടിലോടുന്ന സൌപർണിക ബസ്സിലെ ചക്കർ എഴഞ്ഞിപ്പാലം സ്വദേശി ഫൈസലിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അക്രമികളെ പിടികൂടിയില്ല. ഇതിനാലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ നടുവട്ടം ചേനത്തു സ്കൂളിന് സമീപത്ത് ബേപ്പൂർ പുതിയാപ്പൂർ റൂട്ടിലോടുന്ന ബിയ ബസ് ചക്കർ അരക്കണർ അരീക്കര വയലിൽ മുഹമ്മദ് കോയയ്ക്ക് മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. യാത്രക്കാരിൽ ഒരാളുടെ കൈതട്ടി ബെല്ലടിഞ്ഞതോടെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം. വാക്കേറ്റത്തിനിടെ യാത്രക്കാർ മുഹമ്മദ് കോയയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. ബേപ്പൂർ റൂട്ടിൽ ബസ്സുകളിൽ ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്നത് തുടർച്ചയായതോടെയാണ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അക്രമികൾക്കെതിരെ നടപടിയെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ തിങ്കളാഴ്ച 11 മണിയോടെ സമരം പിൻവലിച്ചു. ബസ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ടി പി ജഗത് കുമാർ, സദാനന്ദൻ, NP മൊയ്തീൻ കോയ, KP ഹുസൈൻ കോയ, KP സമ്മദ്, P ദിലീപ് കുമാർ, NK ഷൈജു, K സത്യകുമാർ, P സുരേഷ്, മുഹമ്മദ് ഇക്ബാൽ, ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. നീർത്തട പ്രദേശത്തെ ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ ജനകീയ വലയം തീർത്തു. കോട്ടൂളിയിൽ ജിയോളജി വകുപ്പ് നീർത്തടമായി രേഖ നൽകിയ സ്ഥലത്താണ് സ്വകാര്യ ഗ്രൂപ്പ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന് അധികൃതർ നൽകിയ രേഖയിൽ പറയുന്നുണ്ട്. വീതി കുറഞ്ഞ പാതയോരത്തിന് സമീപം 14 നിലകളിൽ ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത്. 1 ഏക്കർ സ്ഥലം നികത്തി ഇത്രയും വലിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. നീർത്തടം നികത്തുന്നതോടെ സമീപ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ള ക്ഷാമമുണ്ടാകും. കൂടാതെ ഫ്ളാറ്റിന് വേണ്ടി നിർമ്മിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം കുടിവെള്ളം മലിനമാക്കാനും കാരണമാകും. നീർത്തട പ്രദേശത്ത് നിയമങ്ങൾ ലംഘിച്ചാണ് കെട്ടിട നിർമ്മാണാനുമതി നൽകിയതെന്ന് ജനകീയ പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആരംഭിച്ച പൈലിംഗ് ജോലികൾ നാട്ടുകാർ തടയുകയായിരുന്നു. 8 മാസമായി ഇവിടെ നടക്കുന്ന സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ഐക്യദാർഢ്യവുമായി രംഗത്തിറങ്ങിയത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന 500ഓളം പേരാണ് സമരത്തിനിറങ്ങിയത്. നീർത്തട പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നാൽ തടയുമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നും പ്രക്ഷോഭ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർഡ് കൌൺസിലർ K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത രാജൻ, NV രാജൻ, KB പ്രമോദ്, KT സുഷാജ്, പിങ്കി പ്രമോദ്, NV സുനീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നഗരത്തെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതും തണ്ണീർത്തടങ്ങളാണ്. മണ്ണിട്ട് നികത്തി ഭൂമിയുടെ മാറുപിളർക്കും വയലുകൾ മണ്ണിട്ട് നികത്തി. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ.
മറ്റാരെക്കാളും പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനം ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർ മാർച്ച് നടത്തി. മിൽമ പരിങ്ങളം റീജിയണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക സംഘം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർ മിൽമയുടെ പെരിങ്ങളത്തുള്ള റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മിൽമയിലെ അഴിമതി അവസാനിപ്പിക്കുക, കാലിത്തീറ്റ സബ്സിഡി 50% ക്ഷീര കർഷക പെൻഷൻ വർദ്ധിപ്പിക്കുക, പാൽവില കർഷകന് 10 രൂപ കൂടി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മാർച്ച് കർഷക സംഘം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KK കൃഷ്ണൻകുട്ടി, ശ്രീനിവാസൻ, TK സോമനാഥ് എന്നിവർ സംബന്ധിച്ചു. വൈദ്യശാസ്ത്ര മേഖലയിൽ മികവിന്റെ പതിറ്റാണ്ടുകൾ താണ്ടിയ E. ജയകൃഷ്ണൻ വൈദ്യരെ ആദരിച്ചു. കേരള ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SG രമേശ് പൊന്നാട അണിയിച്ചു. കേരള ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ പഴയകാല വൈദ്യൻ ചെറുവണ്ണൂർ E. ജയകൃഷ്ണൻ വൈദ്യരെ ആദരിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SG രമേശ് പൊന്നാട അണിയിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P. ദാമോദരൻ അധ്യക്ഷം വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T. വേലായുധൻ, സുബ്രഹ്മണ്യൻ കാളൂർ, ഡോക്ടർ മനോജ് കാളൂർ എന്നിവർ സംബന്ധിച്ചു. കോർപ്പറേഷനിലെ BPL വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ സ്ത്രീകൾക്കിടയിലും സർവേ നടത്തി അർബുദ രോഗബാധിതരെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ കുടുംബശ്രീ നടപ്പാക്കുന്ന ജീവനം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ജീവനം 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കോർപ്പറേഷൻ 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് ജീവനം 2ാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത്. തീരദേശ ചേരി മേഖലകളിൽ പ്രത്യേക പരിഗണന നൽകി ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുക വഴി ജനങ്ങൾക്കിടയിലെ പേടിയും ഉത്കണ്ഠയും ഇല്ലാതാക്കുകയും അതുവഴി കൂടുതൽ ആളുകളെ ക്യാമ്പിൽ എത്തിക്കാനാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക. 350 കുടുംബശ്രീ വോളണ്ടിയർമാരാണ് സർവേ നടത്തുക. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ആരോഗ്യപ്രതിജ്ഞ AK ശശീന്ദ്രൻ MLA ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, കുടുംബശ്രീ പ്രൊജക്ട് ഓഫീസർ MV റംസി ഇസ്മായിൽ, കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ M രാധാകൃഷ്ണൻ, M മോഹനൻ, അനിത രാജൻ, ജാനമ്മ കുഞ്ഞുണ്ണി, T രജനി, T മൊയ്തീൻ കോയ, P ഉഷാദേവി, കോർപ്പറേഷൻ കൌൺസിലർ P കിഷൻ ചന്ദ്, കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ A ജയകുമാർ, KK മുഹമ്മദ് ഫൈസൽ, CDS ചെയർപേഴ്സൺമാരായ PP ഷീജ വിനോദ്, K ബീന, ഏക്സാദ് കോഴിക്കോട് സെക്രട്ടറി OV സന്ദീപ്, കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ് എന്നിവർ പ്രസംഗിച്ചു. നഗരത്തിലെ പ്രമുഖ കലാസാംസ്കാരിക സംഘടനയായ സ്ക്വാഷിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ NC അബൂബക്കറിനെയും പ്രശസ്ത ഗായകൻ നയൻ J ഷായെയും ആദരിച്ചു. സ്ക്വാഷ് കൾച്ചറൽ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ സ്ക്വാഷ് പ്രസിഡന്റ് KK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഗരത്തിലെ പ്രമുഖ കലാസാംസ്കാരിക സംഘടനയായ സ്ക്വാഷിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ NC അബൂബക്കറിനെയും പ്രശസ്ത ഗായകൻ നയൻ J ഷായെയും ആദരിച്ചു.
മാത്തോട്ടത്തെ സ്ക്വാഷ് കൾച്ചറൽ കോംപ്ലക്സിൽ ചേർന്ന ചടങ്ങിൽ കോർപ്പറേഷൻ കൌൺസിലർ CP മുസാഫിർ അഹമ്മദ്, NC അബൂബക്കറിനും പ്രശസ്ത ആർട്ട് ഡയറക്ടർ മുരളി ബേപ്പൂർ, നയൻജെ ഷായ്ക്കും പൊന്നാട അണിയിച്ചു. ഈ സ്ക്വാഷ് രൂപീകൃതമായ അന്ന് കാണുന്ന മുഖങ്ങളെ ഇന്നും അതിന്റെ പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഞാൻ സത്യത്തിൽ ഈ പ്രദേശത്തിന്റെ മാത്തോട്ടത്തുകാരെ മുഴുവനാണ് കണ്ടിരിക്കുക. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. വ്യത്യസ്ത വീടുകളിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഏതാണ്ട് 30-32 വർഷക്കാലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ അവരുടെ പങ്ക് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ റഷീദ് ചിത്രം വരച്ച് കാണിക്കേണ്ടായി. സ്ക്വാഷ് പ്രസിഡന്റ് KK മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി AB റഷീദ് അലി, സുഭാഷ് ചന്ദ്രബോസ്, V റസൂൽ ഗഫൂർ, PP അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് KV മുസ്തഫ, ഇസ്ഹാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഓർക്കസ്ട്രയും അരങ്ങേറി. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ ഡ്രൈവേഴ്സ് യൂണിയൻ ഉത്തരമേഖല കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി താനത്തിൽ റഷീദ് അധ്യക്ഷനായിരുന്നു. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഉത്തരമേഖലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കേരള സർക്കാർ നടപ്പിലാക്കണമെന്നും കൃത്യമായി വേതനം ലഭിക്കുന്നതിന് ഈ വിഭാഗം തൊഴിലാളികൾക്ക് ESI മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി താനത്തിൽ റഷീദ് അധ്യക്ഷത വഹിച്ചു. സൂഫി നെരിക്കാട്ടേരി, മുജീബ് അൻവർ, CG, മുഹമ്മദ് അലി രാമനാട്ടുകര, മദനൻ ഓടേൽ എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ വിശുദ്ധ ആന്ത്രയോസിന്റെ തിരുനാൾ സമാപിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കുർബാനയ്ക്ക് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺ ഡോക്ടർ തോമസ് പനക്കൽ കാർമ്മികത്വം വഹിച്ചു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വിശുദ്ധ ആന്ത്രോസിന്റെ തിരുനാൾ മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 2 വരെയുള്ള ദിവസങ്ങളിലായി ആഘോഷിച്ചു. ജപമാല ആരാധനയെ തുടർന്ന് നടന്ന കൊടിയേറ്റത്തിന് റവറൻ ഫാദർ യേശുദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് മേരീസ് യൂണിറ്റിന്റെയും സെന്റ് പീറ്റേഴ്സ് യൂണിറ്റിന്റെയും സെന്റ് ജൂഡ് യൂണിറ്റിന്റെയും സെന്റ് ആൻഡ്രൂസ് യൂണിറ്റിന്റെയും പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. റവറൻ ഫാദർ യേശുദാസ്, റവറൻ ഫാദർ ജോൺസ് അവേരവ്, റവറൻ ഫാദർസ് അലോഷ്യസ് കുളങ്ങര, റവറൻ ഡോക്ടർ വിൻസെന്റ് പുളിക്കൽ, റവറൻ മോൺ തോമസ് പനക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വങ്ങൾ വഹിച്ചു. തിങ്കളാഴ്ച വിശുദ്ധ കുർബാനയും പരേത സ്മരണയെയും തുടർന്ന് കൊടിയിറക്കം നടന്നു. സമാപന ദിനം ഫാദർ ദേവസ്യ കുഴുപ്പിൽ പ്രഭാഷണം നടത്തി. പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു.
ചെറുവണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CPM ഉമ്മർ കോയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സന്ദേശ പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. റഹിമാൻ ബസാറിൽ നടന്ന സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി I. മൂസ ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CPM ഉമ്മർ കോയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സന്ദേശ പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. കൊളത്തറയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ചേരാൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ജനോപകാരപ്രദമായ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. സുബൈർ കളത്തിൽ DCC മെമ്പർ T. ശിവദാസൻ, K. അബ്ദുൾ റസാഖ്, M. മോഹൻദാസ് പണിക്കർ, P. കുഞ്ഞിമൊയ്തീൻ എന്നിവർ സംബന്ധിച്ചു. കണ്ണാട്ടിക്കുളം, പനയത്തട്ട്, ചെറുവണ്ണൂർ സ്രാമ്പ്യ, ചെറുവണ്ണൂർ അങ്ങാടി, മധുര ബസാർ, നാത്തൂനിപ്പാടം, കുണ്ടായിത്തോട്, തെക്കേക്കുറ്റി, മോഡേൺ, ഉള്ളിശ്ശേരിക്കുന്ന്, മീഞ്ചന്ത, അരീക്കാട്, പാടം സ്റ്റോപ്പ്, നല്ലളം ബസാർ എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. റഹ്മാൻ ബസാറിൽ നടന്ന സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി I. മൂസ ഉദ്ഘാടനം ചെയ്തു. CPM ഉമ്മർ കോയ അധ്യക്ഷത വഹിച്ചു. K. മമ്മുണ്ണി മാസ്റ്റർ, T. K. അബ്ദുൽ ഗഫൂർ, T. ശിവദാസൻ, K. രാജൻ, അബ്ഷീർ, T. ഷഫ്നാസ് അലി, ഹംസക്കോയ, T. പുരുഷു എന്നിവർ സംബന്ധിച്ചു. സമൂഹത്തിന് സന്ദേശം പകർന്നുകൊണ്ട് എയ്ഡ്സ് ദിനം ആചരിച്ചു. ജില്ലയിൽ വിവിധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ എയ്ഡ്സ് ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലാതല റാലിയും പൊതുസമ്മേളനവും നടത്തി. ലക്ഷ്യത്തിലേക്ക് മുന്നേറാം, പുതിയ HIV അണുബാധിതരില്ലാത്ത, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ജില്ലാ പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനാഞ്ചിറ ഗവൺമെന്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പരിസരത്ത് നടന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. OISCയുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എയ്ഡ്സ് ബോധവൽക്കരണ റാലി നടത്തി. കോഴിക്കോട്ടെ വിവിധ നിർമ്മാണ കമ്പനികളുടെ ബാനറുകൾക്ക് കീഴിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. ഹിന്ദി, ബംഗാളി ഭാഷകളിലുള്ള പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു പ്രകടനം. കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി മാവൂർ റോഡ്, ശങ്കുണ്ണി റോഡ് വഴി OISCA ഓഫീസിൽ സമാപിച്ചു. ഫറോ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ADS പ്രസിഡന്റ് സരിത P. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരുവൻതിരുത്തി സബ് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. CDS മെമ്പർ ഷീബ, ADS മെമ്പർ സജിത, ADS സെക്രട്ടറി വിജില VP, മറ്റു കുടുംബശ്രീ അംഗങ്ങളും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ദിനത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന ക്യാമ്പ് PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രായത്തിലാണ് നിങ്ങൾ ആരാവണം, എന്താവണം, എങ്ങനെ പോകണം, ഏത് വഴിക്ക് തിരിയണം എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നല്ല വീക്ഷണങ്ങൾ ഉണ്ടാവേണ്ടത്, ആ വീക്ഷണങ്ങളൊക്കെ അതിനൊക്കെ രൂപപ്പെടേണ്ടത് ഈ പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ജാഗ്രതയോടുകൂടി. പ്രിൻസിപ്പൽ PJ ലൂസി അധ്യക്ഷം വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ K. പ്രവീൺകുമാർ, NM ജാഫർ, P. ശശികുമാർ, PC ഷാഹുൽ ഹമീദ്, KV മുസ്തഫ, B. സന്ധ്യ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇനി മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. കലിയുഗവരതനായ ധർമ്മശാസ്ത്രവിനെ ദർശിക്കാൻ അയ്യപ്പ ഭക്തർ 41 ദിവസം വ്രതമനുഷ്ഠിക്കുകയാണ്. വൃശ്ചികം 1 മുതലാണ് വ്രതം ആരംഭിക്കുന്നത്. ഈ ദിനം മുതൽ ക്ഷേത്രങ്ങളിൽ അയ്യപ്പ ഭജനകളും കർപ്പൂരാഴിയും നടക്കുന്നുണ്ട്. ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലും സപ്താഹ പരിപാടികളും നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഭജന ശ്രവിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഭജനയോടനുബന്ധിച്ച് അന്നദാനവും നടക്കുന്നുണ്ട്. ബേപ്പൂർ ഹൈസ്കൂളിന് സമീപമുള്ള ഉറുമ്പുംകാവിൽ ഭജന സംഘടിപ്പിച്ചു. KP ശ്രീജിത്ത്, ശിവൻ ഉച്ചക്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭജന നടന്നത്. അഖില ഭാരത അയ്യപ്പ സേവാസേന ബേപ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർപ്പൂരാഴി മഹോത്സവം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടുവട്ടം പെണ്ണാണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആഘോഷവരവ് സംഘടിപ്പിച്ചു. ആഘോഷവരവ് ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. ബാലസുബ്രഹ്മണ്യ കലാസമിതി കുന്നമംഗലത്തിന്റെ കാവടിയാട്ടം, താലപ്പൊലി, ചണ്ടവാദ്യമേളങ്ങൾ, പന്തം വീശൽ തുടങ്ങിയവ ആഘോഷവരവിനോടൊപ്പം അണിനിരന്നു. ബേപ്പൂരിലെ മുതിർന്ന ഗുരുസ്വാമിമാരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി P. രാജൻ തത്വമസി, പ്രസിഡന്റ് MK ബൈജുലാൽ, കൺവീനർ P. അനിൽകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർത്തകൾ.
പൌർണമി റെസിഡൻസ് അസോസിയേഷനും ഹെൽപ്പിംഗ് ഹാൻഡ്സ് കോഴിക്കോടും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൃക്കരോഗം ഒരു നിശബ്ദ കൊലയാളിയാണ്. നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് നിങ്ങളെയും കുടുംബത്തെയും അനാരോഗ്യത്തിൽ നിന്നും രക്ഷിക്കുക എന്ന സന്ദേശം മുൻനിർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് മായനാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന് സമീപം നടന്ന വൃക്കരോഗ നിർണയ ക്യാമ്പ് MES മെഡിക്കൽ കോളേജ് നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സുധാകരൻ നമ്പീശൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് PR, കൌൺസിലർ സോമൻ CM, ഷക്കീർ കോവൂർ, രഘുനാഥൻ മാസ്റ്റർ, രോഹിത് പറക്കുന്നത്ത് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ശിശുക്ഷേമം, ശിശുവിദ്യാഭ്യാസം, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച 2012 സംസ്ഥാനതല പത്ര ദൃശ്യ മാധ്യമ അവാർഡുകൾ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയൻ പ്രഖ്യാപിച്ചു. മനോരമയിലെ സിബു ഭുവനേന്ദ്രനും മാധ്യമത്തിലെ സാലി കക്കോടിയും മാതൃഭൂമിയിലെ PP ലിബീഷ് കുമാറും ഏഷ്യാനെറ്റിലെ ജോഷി കുര്യനും ദർശന TVയിലെ മുഹമ്മദ് ആരിഫ് വെള്ളയിലും അവാർഡിന് അർഹരായി തെരഞ്ഞെടുക്കപ്പെട്ടു. 7501 രൂപ, മൊമന്റോ, സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഈ മാസം കോഴിക്കോട് തളി ചാച്ചാജി നഗർ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന നഗരവികസന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മഞ്ഞളാംകുഴി അലി അവാർഡുകൾ വിതരണം ചെയ്യും. 32 വർഷത്തിലേറെക്കാലം പോലീസ് വകുപ്പിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ബേപ്പൂർ അഡീഷണൽ SI പങ്കജാഷിന് അനുമോദനവും യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ കോസ്റ്റൽ CI പ്രമോദ് അധ്യക്ഷനായിരുന്നു. കസബ CI ബിശ്വാസ്, പ്രിൻസിപ്പൽ SI ഉബൈദത്ത്, സബ് ഇൻസ്പെക്ടർ സാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പങ്കജാഷൻ മറുപടി പ്രസംഗം നടത്തി. ഗുരുവായൂർ, ശബരിമല എന്നിവയുടെ കീഴിൽ ജ്യോതിശാസ്ത്ര യൂണിവേഴ്സിറ്റി രൂപീകരിക്കണമെന്നും സംസ്കൃതം, ജ്യോതിഷം, താന്ത്രികം, തച്ചുശാസ്ത്രം, വൈദ്യം എന്നിവ പാഠ്യവിഷയമായി അംഗീകരിക്കുകയും വേണമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രിയുടെ മകനെ തന്നെ സഹായിയെ നിയമിക്കണമെന്ന് ദുശാഠ്യം കാട്ടുന്ന തന്ത്രിയും തന്ത്രിയെ പിന്തുണയ്ക്കുന്നവരും ഇക്കാര്യങ്ങൾ ദേവഹിതം അറിഞ്ഞു തന്നെയാണോ എന്ന് വിശദമാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭീമൻ തേനീച്ചക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. ബേപ്പൂർ നടുവട്ടം തോണിച്ചർ റോഡിൽ മാരുതി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള തെക്കേക്കാട്ട് പറമ്പിലെ മരത്തിലാണ് വലിയ തേനീച്ചക്കൂടുള്ളത്. ഇതിനിടെ തേനീച്ചയുടെ കുത്തേറ്റ് 4ഓളം പേർക്ക് പരിക്കേറ്റു. തേനീച്ചക്കൂട് നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. K. കരുണാകരൻ അനുസ്മരണ സമിതിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് കേന്ദ്രമന്ത്രി KV തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രമുഖ പത്രപ്രവർത്തകനുള്ള അക്ഷരശ്രീ പുരസ്കാരത്തിന് മലയാള മനോരമയിലെ സുജിത് നായർ അർഹനായി. 25,000 രൂപയാണ് പുരസ്കാരം. ജനുവരി ആദ്യവാരം എറണാകുളത്ത് വെച്ച് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ സംബന്ധിക്കുമെന്നും അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് പാരലൽ കോളേജ് അസോസിയേഷൻ. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രദർശനത്തിലൂടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. നിയമനം വൈകുന്നു. ജില്ലയിലെ UPSC റാങ്ക് ഹോൾഡേഴ്സ് പ്രക്ഷോഭത്തിലേക്ക്. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.